2 വർഷമാണ് ഈ മട്ടന്നൂർ ഭാഗത്തുണ്ടായതായി പറയുന്നു. കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നു. മറ്റ് വർഷങ്ങളിലൊക്കെ ഈ സംഭവത്തിന് ശേഷം എങ്ങോട്ടാണ് മുങ്ങിയത്, ഏതൊക്കെ നാടുകളിലേക്ക് പോയിട്ടുണ്ട്, പലപ്പോഴായി സംശയിച്ചത് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന് പലപ്പോഴായി സംശയിച്ചിരുന്നു. വിദേശത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, ബാംഗ്ലൂരിലേക്ക് കടന്നു, അങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങളൊക്കെ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ആയിരുന്നു ഈ സവാദിന്റെ മുഴുവൻ സമയ സാന്നിധ്യമെന്നാണോ മനസ്സിലാകുന്നത്? അതായത് 2 വർഷത്തോളം ഇവിടെ ഈ വീട്ടിൽ ആണ് കഴിഞ്ഞത്. അപ്പോൾ അതിനു മുൻപ് വിളക്കോട് എന്ന സ്ഥലമുണ്ട്, അത് മട്ടന്നൂരിനടുത്തുള്ള വിളക്കോട് എന്ന സ്ഥലത്തും ഇയാൾ താമസിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ എത്ര വർഷം വിളക്കോട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതെല്ലാം 2 വർഷം ഇവിടെയും അതിന് മുൻപ് എത്രയോ വർഷം വിളക്കോടും താമസിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു 5 വർഷമായെങ്കിലും ഏറ്റവും കുറഞ്ഞത് സവാദ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇങ്ങനെയൊരു നാട്ടിൽ വളരെ ജനസാന്ദ്രതയൊരു മേഖലയിൽ ഒരു വീട്ടിൽ സവാദിന് വന്ന് താമസിക്കാൻ കഴിഞ്ഞു, ഒളിച്ച് കഴിയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സവാദിനെ സഹായിച്ചവരുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. NDF-ന്റെ ആളുകൾ സവാദിനൊപ്പം ഉണ്ടായിരുന്നു. NDF-ന്റെ ആളുകളാണ് സവാദിനൊപ്പം ജോലിക്ക് ആശാരിപ്പണിക്ക് പോയിരുന്നത്, ആശാരിപ്പണി ചെയ്ത് സഹായിക്കാൻ ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ അവരാണ് ഈ ജോലികളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, അതായത് ഈ വീട്, ഇതാണ് സവാദിന്റെ വീട്. സവാദിന്റെ വീടിന്റെ പിൻഭാഗത്തായി ഒരു വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ വീട്ടിലായിരുന്നു സവാദ് ഏറ്റവും അവസാനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ 6:30യോടുകൂടി NIA സംഘം ഇവിടേക്ക് എത്തുകയും അതിനുശേഷം ഇയാളെ സവാദിനെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോവുകയുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ പിന്നിലായി ഒരു വീട് കാണാം. ആ വീട്ടിലാണ് സവാദ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആശാരി പണി അദ്ദേഹം ഈ സവാദ് ഇത്രയും കാലം ചെയ്തിരുന്ന വീടാണത്. ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും കുറഞ്ഞ നാളുകളിൽ. അതിനു മുൻപ് മറ്റു പലയിടങ്ങളിലും സവാദ് ജോലി ചെയ്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാട്ടുകാരെ പോലും പറ്റിച്ച്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ മാത്രമല്ല നാട്ടുകാരെയും പറ്റിച്ചുകൊണ്ടാണ് സവാദ് ഇത്രയധികം കാലം ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നതാണ്. ഈ നാട്ടുകാർക്ക് പോലും ഇങ്ങനെയൊരു വിവരം ഉണ്ടായിരുന്നില്ല. സവാദ് ഈ ക്രിമിനൽ കേസ് പ്രതിയാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തത ഉണ്ടായിരുന്നില്ല. ചേച്ചിയുടെ വീടാണത്. അതിനെ പരിചയം കണ്ടാമുണ്ടോ അത്ര തന്നെ. എന്തെല്ലാം ചോദിച്ചാൽ എന്തെല്ലാന്ന് പറയാം, അത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യമായിട്ട് വർത്താനൊന്നും പറയലൊന്നുമില്ല. പിന്നെ വേറെ ഒന്നും എനിക്കറിയില്ല. ഷാജഹാൻ എന്നാണോ പേര് പറഞ്ഞിരുന്നത്? അങ്ങനെയാണ് കേട്ടത്. അതിപ്പോ ഇവർ പറഞ്ഞുതരാന്ന് ഓർമ്മ വന്നേ. നമ്മൾ ചോദിക്കലൊന്നുമില്ലപ്പാ. ഓള് ഖദീജാന്ന് വിളിക്കുന്നക്ക, നമ്മളും അത് വിളിക്കും, അത്ര തന്നെ. വേറെ ഒന്നും നമുക്കറിയില്ല. ഇതിപ്പോ എല്ലാ ദിവസവും രാവിലെ വരെ വൈകുന്നേരം പോകും, അങ്ങനെയാണോ? ഇന്നലെ വരെ വീട്ടിൽ പണിയെടുത്ത, ഇന്നലെ വരെ. പിന്നെ നമുക്കൊന്നും അറിയില്ല എന്തെന്നാ സംഭവം. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു കാണാം. അത്രയേ ഉള്ളൂ. എത്ര വർഷമായി? വർഷമായിരിക്കും. പിന്നെ മാസേതും കൊണ്ട് ആ പെണ്ണുങ്ങൾ വന്നേ, ഇടനേരം പ്രസവിച്ച. ഇപ്പൊ ഒരു 5-8 മാസമായെന്ന് അറിയില്ല. കുട്ടിക്കാരെ കൃത്യമായൊന്നും നമുക്കറിയില്ലല്ലോപ്പാ. നിങ്ങളോടങ്ങനെ മിണ്ടാറൊന്നുമില്ല? മിണ്ടാൻ എന്തെങ്കിലും ചോദിച്ചാല് എനിക്ക് ചായ കൊടുത്താൽ ചോറ് കിട്ടുന്നു, അങ്ങനെ വയ്ക്കും. ഞാൻ അതിന് സമാധാനം പറയും. വേറെ പ്രത്യേകിച്ചിട്ടും ഒന്നും വർത്താനം പറയും. ഒറിങ്ങും വെത്തില്ല, ഞാനങ്ങൊന്നും കൊടുക്കില്ല. ഏടിയൊന്നും പോക്കില്ല. ആടാതല്ല, അപ്പുറം ഇപ്പുറം ഏടിയും പോകില്ല. അങ്ങനെ നമ്മൾ വെള്ളം എടുത്തത്. ഞാനൊരു 7:50 കണ്ട അങ്ങത്തിന് കാണുമ്പോ ഇവർ കണ്ടിരുന്നു. ഇവരെല്ലാം കണ്ടിനി, ഞാനേ കാണാണ്ടുള്ളൂ. ഒരേറെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ അന്വേഷണ സംഘം എത്തുകയും സവാദിനെ ഇവിടെ നിന്നും പിടികൂടുകയുമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഈ നാട്ടുകാരാണ് ആ സംഭവം കണ്ടത്. ഏതായാലും മട്ടന്നൂർ പരിയാരം ബേരം എന്നൊരു സ്ഥലത്ത് ഇത്രയധികം നാൾ ഇങ്ങനെ ഒരു പ്രതിക്ക്, ഒരു ക്രിമിനൽ കേസിലെ ഒരു പ്രധാന പ്രതിക്ക്, അത് 1ാം പ്രതിക്ക് ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കാൻ കഴിഞ്ഞു, വാടകയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെയും ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന സവാദാണ് ഇന്ന് രാവിലെ ഇങ്ങനെയൊരു കേസിലെ പ്രതിയായി കസ്റ്റഡിയിലേക്ക്, NIAയുടെ കസ്റ്റഡിയിലേക്ക് പോകുന്നത്. ആ വീട്ടിൽ ഇപ്പോൾ ആശാരിപ്പണി നടക്കുന്നുണ്ട്. ആ വീട്ടിൽ, അതൊരു പുതിയ വീടാണ്. ആ വീട്ടിൽ ഇന്നലെ വരെയും ജോലി ചെയ്തിരുന്ന സവാദാണ് ഇന്നിപ്പോൾ NIAയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്.